ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് എന്താണ് ഡെബിറ്റ് നോട്ട് എന്നുള്ളതാണ്. എന്താണ് ഡെബിറ്റ് നോട്ട്? ഇപ്പൊ ഞാൻ എന്നെ വെച്ചൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ എ എന്ന് പറയുന്ന പാർട്ടിയുടെ അടുത്തുനിന്ന് കടത്തിന് 10,000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു. എ എന്ന് പറയുന്ന പാർട്ടിയുടെ അടുത്തുനിന്ന് കടത്തിന് 10,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് ആണ്. ഇനി പർച്ചേസ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് എന്ത് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ്. ഞാൻ എ എന്ന് പറയുന്ന പാർട്ടി എടുത്തുന്ന കടത്തിനാണ് വാങ്ങിച്ചത്. സോ എയോട് എനിക്കൊരു ബാധ്യത ഉണ്ടായിട്ടുണ്ട്. ബാധ്യത ലയബിലിറ്റി കൂടിയാ ക്രെഡിറ്റ്. അപ്പൊ പർച്ചേസ് ചെയ്ത സമയത്ത് എന്റെ ജേണൽ എൻട്രി വരുന്നത് എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ആക്ട് ടു എസ് പാർട്ടി അക്കൗണ്ട് എന്ന് ആണ് അല്ലെ. പർച്ചേസ് അക്കൗണ്ട് ആക്ട് ടു എസ് പാർട്ടി അക്കൗണ്ട് 10,000 രൂപ. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോ ഇതിനകത്ത് എന്താ കുറച്ച് ഡിഫക്റ്റീവ് ഗുഡ്സ് ഉണ്ട് അല്ലെ. ഡിഫക്റ്റീവ് ഗുഡ്സ് 2,000 രൂപയുടെ ഡിഫക്റ്റീവ് ഗുഡ്സ് ഉണ്ട്. അപ്പൊ എനിക്കിനി എന്ത് ചെയ്യണം? 2,000 രൂപയുടെ ഈ ഒരു ഗുഡ്സ് എനിക്ക് തിരിച്ചയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ എന്റെ അത്രയും പേയ്മെന്റ് വരുന്നുണ്ടോ? ഇല്ല. എനിക്കിനി 8,000 രൂപ, 10,000-ന് 2,000 പോയി 8,000 രൂപയുടെ പേയ്മെന്റ് കൊടുത്താൽ മതിയായേക്ക് ഈ ഗുഡ്സ് തിരിച്ചു കൊടുക്കുമ്പോൾ. അപ്പൊ ഇനി ഇതിനകത്തുനിന്ന് ഈ 2,000 രൂപ കുറഞ്ഞതിന്റെ ഒരു എഫക്ട് നമ്മൾ കാണിക്കണം. പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ. പക്ഷെ ഇപ്പൊ 10,000 രൂപ ഉണ്ടോ? ഇല്ല, 2,000 രൂപയേ ഉള്ളൂ. അപ്പൊ പർച്ചേസ് ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിനെ 2,000 രൂപയിൽ കുറയ്ക്കണം. അപ്പൊ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഐറ്റം കുറയ്ക്കണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്ത് മാറ്റണം. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്ത് മാറ്റണം. അതുപോലെ തന്നെ എ എന്ന് പറയുന്ന പാർട്ടിയോട് എനിക്ക് 10,000 രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു. ഇപ്പൊ 10,000 രൂപ ഇല്ല, 2,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന 10,000 രൂപയ്ക്കായിരുന്നു. അതിന് 2,000 രൂപ കുറയ്ക്കണം. ഏതൊരു ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടും കുറയ്ക്കണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്ത് മാറണം. സോ അതിന്റെ ജേണൽ എൻട്രി വരുന്നത് എന്താണ്? എസ് അക്കൗണ്ട് ആക്ട് ടു പർച്ചേസ് റിട്ടേൺ 2,000. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത്. അതായത് നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞ എൻട്രി ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് എസ് അക്കൗണ്ട് ആക്ട് ടു പർച്ചേസ് റിട്ടേൺ 2,000 എന്ന് പറഞ്ഞല്ലേ ഞാനിപ്പോ കാണിച്ചേക്കുന്നത്. അതായത് എ എന്ന് പറയുന്ന പാർട്ടിയെ ഞാനിപ്പോ ഡെബിറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ. ഡെബിറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ എയോട് നിങ്ങളെ ഡെബിറ്റ് ചെയ്തു അക്കൗണ്ട്സിൽ എന്ന് പറയുന്ന, അതായത് നിങ്ങളോടുള്ള അത്രയും എമൗണ്ട് എനിക്ക് ബാധ്യത കുറഞ്ഞു എന്ന് പറയുന്ന സോഴ്സ് ഡോക്യുമെന്റ് ആണ് ഡെബിറ്റ് നോട്ട്. ഞാൻ എ എന്ന് പറയുന്ന പാർട്ടിയെ ഡെബിറ്റ് ചെയ്തു എന്ന് പറയുന്ന ഡോക്യുമെന്റ് ആണ്, സോഴ്സ് ഡോക്യുമെന്റ് ആണ് എന്ന് പറയുന്നത് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇത് ആർക്കായിരിക്കും അയക്കുന്നത്? ഞാനെന്ന് പറയുന്ന പാർട്ടി, ഞാനെന്ന് പറയുന്ന ബയ്യർ ആർക്ക് അയക്കുന്നത്? എ എന്ന് പറയുന്ന സപ്ലയർക്ക് അയക്കുന്നത്. സത്യല്ലേ? ഞാനല്ലേ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനെന്ന് പറയുന്ന പാർട്ടി, ഞാനെന്ന് പറയുന്ന ബയ്യർ ആർക്ക് അയക്കുന്നത്? എന്റെ സപ്ലയർക്ക് അയക്കുന്നത്. ഇവിടുത്തെ എന്റെ സപ്ലയർ ആരാ? എ എന്ന് പറയുന്ന പാർട്ടിയാണ്. അപ്പം ഞാൻ എക്ക് അയക്കണ സോഴ്സ് ഡോക്യുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്.